ഒരു വശത്ത് പോലീസിന്റെ ഗുണ്ടകളെ അമർച്ച ചെയ്യാനുള്ള പോലീസിന്റെ നടപടികൾ പുരോഗമിക്കുമ്പോഴാണ് കാട്ടാക്കടയിലും അമ്പൂരിയിലും വീണ്ടും ഗുണ്ടാ വിളയാട്ടം നടന്നത്. പോലീസ് വരും ദിവസങ്ങളിൽ ശക്തമായ നടപടികൾ തുടരുമെന്ന് തന്നെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ നേരത്തെ വ്യക്തമാക്കിയത്. ഇതോടൊപ്പം കഴിഞ്ഞ ദിവസം തൃശ്ശൂരിലെ ഒരു ഗുണ്ടാ നേതാവ് ഒരു കൊലപാതക കേസിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം മറ്റു ഗുണ്ടാ സംഘങ്ങൾ 60ഓളം വരുന്ന ഗുണ്ടാ സംഘങ്ങൾ പാർട്ടി നടത്തി സ്വീകരിച്ചതും പിന്നീട് ആവേശം മോഡൽ റീൽസൊക്കെ പുറത്തിറങ്ങിയതും ഏറെ ചർച്ചയായതാണ്. തൃശ്ശൂരിലെ ആവേശം മോഡൽ ഗുണ്ടാ പാർട്ടിയുടെ ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. പാർട്ടിയിൽ കാപ്പ ചുമത്തപ്പെട്ട പ്രതികൾ ആരെങ്കിലും പങ്കെടുത്തിട്ടുണ്ടോ എന്നാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. പ്രാഥമിക പരിശോധനയിൽ കഞ്ചാവ് കേസിലെ പ്രതികളെ തിരിച്ചറിഞ്ഞു. നവമി ദിനേശ് ചേരുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി. നവമി, ഇത് പോലീസിനെ സംബന്ധിച്ച് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണെന്ന് നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞതാണ്. കാരണം പോലീസിന്റെ കൺമുന്നിൽ മൂക്കിൻ തുമ്പത്താണ് ഈ രീതിയിൽ 60ഓളം വരുന്ന ഗുണ്ടകളുടെ ഒരു സംഘം ഒത്തുചേരൽ നടന്നത്. പോലീസിന്റെ ഒരു വാഹനം അവിടെ എത്തി, അവരെ പരിശോധിച്ചു. അത് സാധാരണ രീതിയിലൊരു ഗെറ്റ് ടുഗദറാണെന്ന് മനസ്സിലാക്കി അവർ പിന്നോട്ട് പോകുന്നു. പോലീസിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായി എന്ന് തന്നെ അത് തുറന്ന് സമ്മതിക്കേണ്ടി വരും. അതോടൊപ്പം എങ്ങനെയാണ് ആ ഗുണ്ടാ പാർട്ടിയുമായി ബന്ധപ്പെട്ട പോലീസിന്റെ നടപടികൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? റീൽസ് കണ്ടിട്ടും നടപടികളൊന്നും എടുക്കാതെ, അതായത് ഈ റീൽസ് വൈറലായിട്ട് പോലും പോലീസ് യാതൊരുവിധ നടപടികളോ അന്വേഷണങ്ങളോ ഒന്നും നടത്തിയിട്ടില്ല. പക്ഷേ ഈ വാർത്ത വൈറലായതിന് പിന്നാലെ പോലീസ് നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. പ്രാഥമികമായി ഈ വീഡിയോ പരിശോധിച്ച ശേഷം ഇതിൽ ആരൊക്കെയാണ് പങ്കെടുത്തത് എന്നുള്ളൊരു അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ആദ്യമായി നടക്കുന്നത്. ഈ ഒരു അന്വേഷണത്തിൽ കാപ്പ ചുമത്തിയിട്ടുള്ള പ്രതികൾ ആരെങ്കിലും ഈ സംഭവ സമയത്ത് അവിടെ ഉണ്ടായിരുന്നോ, ഈ വിഷ്വലിൽ ഉണ്ടായിരുന്നവർ കാപ്പ ചുമത്തിയവരുണ്ടായിരുന്നോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. മറ്റൊന്ന്, കഞ്ചാവ് കേസിലെ പ്രതികളും ഈ പാർട്ടിയിൽ പങ്കെടുത്തു എന്നുള്ളൊരു റിപ്പോർട്ട് കൂടി ഈ വീഡിയോ പരിശോധിച്ചപ്പോൾ പോലീസിന് മനസ്സിലായി. ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ വീഡിയോ 1 മാസം കഴിഞ്ഞു. ഈ ആഘോഷ വീഡിയോ റീൽസായി സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാകാൻ തുടങ്ങിയിട്ട്. പക്ഷെ അപ്പോഴൊന്നും പോലീസ് കൃത്യമായൊരു അന്വേഷണം അല്ലെങ്കിൽ ഒരു പരിശോധന ഒന്നും നടത്തിയിട്ടില്ല. പിന്നീട് മാധ്യമങ്ങളിൽ ഇതൊക്കെ വാർത്ത ആയതിനു ശേഷമാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കം റിപ്പോർട്ട് കൈമാറാനും ഒക്കെ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. എന്തായാലും അനൂപ് ഇന്നലെ വ്യക്തമാക്കിയത് ഈ രണ്ട് ഈ പെട്ടികളിലായി കൊണ്ടുപോകുന്നത് അത് മദ്യക്കുപ്പിയല്ല, അപ്പമാണെന്നുള്ളൊരു വാദമായിരുന്നു എന്തായാലും അനൂപ് ഇന്നലെ ന്യൂസ് 18നോട് പറഞ്ഞത്. പക്ഷേ പോലീസ് അത് വിശ്വാസത്തിലെടുത്തിട്ടില്ല. പോലീസ് പറയുന്നത് ഇതിൽ മദ്യ ഉപയോഗം അവിടെ ആ പാർട്ടിയിൽ മദ്യ ഉപയോഗം നടന്നിട്ടുണ്ട്, അങ്ങനെ ഒരു സാധ്യതയാണ് പോലീസ് പരിശോധിക്കുന്നത്. മറ്റേതെങ്കിലും ലഹരി വസ്തുക്കൾ ഇവർ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുകൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏറ്റവും വിചിത്രമായ കാര്യം, അന്ന് ഈ സംഭവം നടക്കുന്ന സമയത്ത് ഇത്രയും ഗുണ്ടകൾ ഒത്തുകൂടുമ്പോൾ അന്ന് പോലീസ് പോയി പരിശോധിച്ചതാണ്. പക്ഷെ അപ്പോൾ പോലീസിന് അന്വേഷണം ഈ ഒരു നടപടിയെടുക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു പരിശോധന വേണമോ എന്നൊന്നും അന്ന് ചിന്തിച്ചില്ല. പക്ഷേ മാധ്യമങ്ങളിൽ വൈറലായപ്പോഴായിരിക്കും ചിലപ്പോൾ പോലീസിന് ഇതിൻ്റെ എത്രമാത്രം ഗൗരവമുണ്ടെന്ന് മനസ്സിലായത്. അതോ ഗുണ്ടകളായതുകൊണ്ടാണോ ഇത്തരത്തിലൊരു അന്വേഷണവുമായി പോലീസ് മുന്നോട്ട് പോകാത്തതെന്നുള്ളൊരു ചോദ്യം കൂടിയാണ് ഇവിടെ ഉയരുന്നത്. എന്തായാലും പോലീസ് ഉചിതമായ നടപടിയെടുക്കും. ഈ വീഡിയോ വിശദമായി പരിശോധിച്ച ശേഷം നടപടികളിലേക്ക് കടക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കേട്ടോ. വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. തൃശ്ശൂരിലെ ആവേശം മോഡൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പോലീസ് നടപടിയിലേക്ക് കടക്കുകയാണ്. ഇതിൽ കാപ്പ കേസിലെ പ്രതികളുണ്ടോ, ലഹരി കേസുമായി ബന്ധപ്പെട്ട പ്രതികൾ ഈ പാർട്ടിയിൽ പങ്കെടുത്തിരുന്നോ തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇതോടൊപ്പം വളരെ പ്രധാന